ഓടി വന്ന മക്കാ നിവാസികളതാ 3 മഹാന്മാരെ ബഹുമാനത്തോടെ അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ടൊരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ആരും അറിയരുത്, രഹസ്യ സങ്കേതമായിരിക്കണം, അല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അവിടുത്തെ ഗവർണർ അറിയും, അറിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഖലീഫ അറിയും, പിന്നെ അതിനേക്കാൾ വലിയ ഹലാക്ക് പലതും സംഭവിക്കും. അതുകൊണ്ട് ഈ 3 മഹാന്മാരെ ഒരു കൂട്ടം മക്കയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കാ നിവാസികളായിരിക്കും. അവരതാ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി സ്വീകരിച്ചൊരു ഭാഗത്ത് അവിടെ ഇരുത്തി. എന്നിട്ട് ഈ ആളുകൾ മക്കാ നിവാസികൾ 3 മഹാന്മാരെ ചുറ്റും വട്ടമിട്ട് അവിടെ നിന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല. കുറേ സമയം കഴിഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്നത്, അല്ല ആർക്കും ഒന്നും പറയാനില്ലേ? കുറേ ആളുകളുണ്ടല്ലോ, പല വിശേഷങ്ങളും പറയാനുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ, ഇപ്പൊ തിരിച്ചെത്തി. അപ്പൊ നമുക്ക് പലതും പറയാനുണ്ടാകും. എന്താ ആർക്കും ഒന്നും പറയാനില്ലേ? അപ്പോഴേക്കും കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ അതാ വിതുമ്പുന്ന കൽബോടുകൂടി, വിതുമ്പുന്ന മനസ്സുമായിട്ട് അവർ പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ടവരെ, ഇമാമേ, എന്തൊക്കെയോ സംഭവിച്ചു ഖലീഫ. പ്രിയപ്പെട്ട ഇമാമേ, യസീദിന്റെ ഭരണം വന്നതോടുകൂടി ഈ മക്കയിലുള്ള ഞങ്ങൾ, മറ്റുള്ള രാജ്യത്ത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പലരും കഷ്ടപ്പെടുകയാ. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്തൊരു രൂപത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസവും എണ്ണിക്കഴിയുന്നത്. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ 3 പേരും വരുന്നു എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതും ഞങ്ങൾ ആശ്വാസത്തോടുകൂടി നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിഞ്ഞതും വല്ലാത്തൊരു ഹാലിലാണ്. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നേപ്പി ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് തുടങ്ങിയിട്ട് ഇവരുടെ പരിഭവങ്ങൾ, വേദനകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇതൊക്കെ അങ്ങ് കേട്ടപ്പോ ഖലീഫ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങൾ ചോദിച്ചു, മക്കക്കാരെ, നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്? നിങ്ങളിത് പറയണോ? ഞങ്ങൾ നാട് വിട്ട് പോകുമ്പം നിങ്ങളുടെ മുമ്പിൽ ഈ 3 പേരും പ്രസംഗിച്ച പ്രസംഗത്തിന്റെ വിഷയം എന്തായിരുന്നു? മഹാനായ ഇമാം ഖലീഫ യസീദ്, ബഹുമാനപ്പെട്ട മുആവിയ തങ്ങൾ വരുന്ന രംഗം, മകനെ ഖലീഫയാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന രംഗം, അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്ന്, എന്നിട്ടെല്ലാം നിങ്ങൾ മറന്ന് ബഹുമാനപ്പെട്ട ഖലീഫ വന്നപ്പോ സ്വന്തം അവരുടെ മകനെ നിങ്ങളൊക്കെ അങ്ങോട്ട് വാരി പുണർന്ന് ഖലീഫയായി തെരഞ്ഞെടുത്ത്, എന്നിട്ട് അവസാനം അവൻ ഖലീഫയായി, പിന്നെ നാട് മുഴുവനും തകർന്ന് ഇപ്പൊ പരിഭവിക്കുന്നില്ല. ചോദിക്കും, അവരത് ചോദിക്കണം. 3 ഈ മക്കാര് മിണ്ടുന്നില്ല. കാരണം എന്ത് മറുപടി പറയാനാണ്? ഉപദേശം തന്നു പോയതാണ്, നിങ്ങൾ സമ്മതിക്കരുത്. നമ്മളാണെങ്കിലോ നന്നായിട്ട് അങ്ങോട്ട് കയറ്റി കൊടുത്ത്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് മക്കാര് പറയുന്നത്, പ്രിയപ്പെട്ട ഇമാമേ, ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങ് അംഗീകരിച്ചാൽ വലിയൊരു ഉപകാരമായിരുന്നു. നിങ്ങളുടെ 3-ൽപ്പെട്ട ഒരാള് ഞങ്ങൾക്കൊരു നേതാവായിട്ട് മുമ്പിൽ നിന്ന് തന്നാൽ മക്കയിലുള്ള മുഴുവൻ ജനങ്ങളും നിങ്ങളെ പിന്നിൽ എന്തിനും തയ്യാറായി അണിനിരക്കാൻ റെഡിയാ. നിങ്ങൾ 3-ൽപ്പെട്ട ഒരാൾ ഞങ്ങൾക്കൊരു നേതാവ്, ഒരു സമാന്തര ഗവൺമെന്റ് കൂട്ടിക്കോ നിങ്ങൾ. അതാണ് ഇവര് പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ ഒരാൾ നിന്നാൽ. ഇത് പറഞ്ഞപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മക്കളെ, ഇത് നടക്കുന്ന കാര്യ. ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാ? യസീദിന്റെ കണ്ണിലെ നമ്പർ 1 കരടാണ് ഞാൻ. 2 ഇതായത്, അല്ലെങ്കിൽ ഫസ്റ്റ് എന്നത്. ഇങ്ങനെയൊക്കെ ഞങ്ങളെ കഥ. ഞങ്ങൾ നിങ്ങൾക്കൊരു നേതൃത്വം തന്നാൽ പിന്നെ യസീദ്, ഖലീഫ, പ്രധാനമന്ത്രി അടങ്ങിയിരിക്കോ? ആയിരക്കണക്കിന് പടയാളികൾ എന്തു ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് യസീദ് ഒരു കൽപ്പന കൊടുത്താൽ ഈ നാട് മുഴുവനും ചുട്ടുകരിക്കാൻ അവര് മടിക്കോ? ആകെ തകർന്നു പോകൂലേ? അപ്പോഴാണ് ഇവർ പറയുന്നത്, പ്രിയപ്പെട്ട ഇമാമേ, ഒരു പക്ഷേ മരിക്കേണ്ടി വരൂ, അല്ലേ? അത്രയല്ലേ വരൂ. ഞങ്ങള് മരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഒരാൾ ഞങ്ങൾക്ക് മുമ്പിൽ നേതാവായിട്ട് പോകണം, തരണം. ഞങ്ങൾക്ക് എതിർപ്പൊന്നും പറയരുത്. ഞങ്ങൾ കാത്ത് ഇരുന്ന് കൊണ്ടുവന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളിത് തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആവേശം കണ്ടപ്പം ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, കേട്ടോ, ഇവർ മരിക്കാൻ തയ്യാറാന്നാ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു നേതൃത്വം വേണം. ആ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. ഇമാമേ, അത് ഹുസൈൻ തങ്ങൾ തന്നെയാണ് അതിന് യോഗ്യൻ. ഞാനിപ്പം വേണ്ട, ഹുസൈൻ തങ്ങൾ തന്നെ ഈ സ്ഥാനം ഇപ്പം ഏറ്റെടുക്കണം. അതെന്താ? യസീദിന്റെ നമ്പർ 1 ഞാനല്ലേ? 1 നമ്പർ കണ്ണിലെ കരട് അല്ലേ? അപ്പൊ ഞാൻ തന്നെ ഈ രംഗത്ത് വരണം. ഇപ്പം വേണ്ട. ഇപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ നിങ്ങൾ ഈ സ്ഥാനം കൊടുക്കുക, ബാക്കിയൊക്കെ പിന്നെ അല്ലേ, അള്ളാഹു ആയാലോ. നിർബന്ധിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളൊരു പുതിയ നേതാവ്. അങ്ങനെ കൂട്ടിയാൽ മതി. നിങ്ങൾ പുതിയൊരു ഗവൺമെന്റ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ ഒരു ജനങ്ങൾക്കൊരു നേതൃത്വം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. പടച്ച തമ്പുരാനെ വാർത്ത
പല സ്ഥലത്തും പരന്നു. പിന്നെയോ ഖലീഫ യസീദിന്റെ കൊട്ടാരത്തിലേക്ക് ആരോ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, ഒരു പുതിയ വാർത്ത. നിങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി വളരെ ഭംഗിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മക്ക, മക്കയിലിതാ ഒരു കൂട്ടം ജനങ്ങള് നിങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഹുസൈന്റെ സുഹൃത്തായിരിക്കുന്ന അബ്ദുല്ലാ ഇബ്നു സുബൈറിന് പുതിയൊരു നേതൃത്വം നൽകി. എന്നിട്ട് അയാളുടെ പിന്നിൽ അണിചാർന്ന് നിങ്ങള് എന്തിനു കൊള്ളും ആണ് പിന്നെ പറയാനുള്ളത്. നിങ്ങളെ ഭരണം നടക്കുന്ന സ്ഥലത്തല്ലേ ശത്രുക്കള് ഇങ്ങനെ രംഗത്ത് വന്നത് എന്നങ്ങ് പറഞ്ഞത് കേൾക്കേണ്ട നിമിഷം ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? കോപാക്രാന്തനായി ആയിരക്കണക്കിന് പടയാളികളെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പടയാളികളെ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പുറപ്പെടുക, മക്ക മുഴുവനും ചുട്ടുകരിക്കുക. പടയാളികൾക്കൊന്നും മനസ്സിലായില്ല. മക്കത്ത് പോയി തീ കൊടുക്കുക. എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന മുഖത്തോട് മുഖം. അവസാനം പറഞ്ഞു, നമ്മളെ പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട് ശത്രുക്കളെ കയ്യിൽ അകപ്പെടാൻ പോവുക. അതാണ് മക്കയിലുള്ള ആളുകളൊക്കെ അതിന് സപ്പോർട്ട്. അപ്പൊ എല്ലാറ്റിനെയും തകർക്കാനാണ് പറഞ്ഞത്. ശരി, പുറപ്പെട്ട് ആയുധധാരികൾ അങ്ങനെ ആയിരക്കണക്കിന് പട്ടാളക്കാരൻ കെട്ട് വരുമ്പോ അബ്ദുല്ലാ ഇബ്നു സുബൈർ വിളിച്ചു, മക്കാരെ, ഓ മരിക്കാൻ തയ്യാറല്ലേ? അതെ, തയ്യാറായിക്കോ വരുന്നുണ്ട്. ഉടനെ തന്നെ ഇവര് ജാഗരൂകരാകുന്നു. യസീദിന്റെ പട്ടാളം വരുന്നു. അതൊക്കെ വലിയ സംഭവമാണ്, വിശദീകരിക്കുന്നില്ല. യസീദിന്റെ പട്ടാളം വരുന്നു. അബ്ദുല്ലാ ഇബ്നു സുബൈർ ഗോദയിൽ മുമ്പിൽ തന്നെ ഉണ്ട്. അതാ അനുയായികൾ മക്കക്കാര് മുന്നോട്ട്, യസീദിന്റെ പടം ഇങ്ങോട്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവര് വന്ന് വെല്ലുവിളി തുടങ്ങി. അബ്ദുല്ലാ ഇബ്നു സുബൈർ തങ്ങളെ പറ്റി, ഇമാം ഹുസൈൻ തങ്ങളെ പറ്റി നിന്ദ്യമായ നീചമായ ഭാഷാ പ്രയോഗത്തോടെ വെല്ലുവിളിച്ചു. അബ്ദുല്ലാ ഇബ്നു സുബൈർ തങ്ങളുടെ നേതൃത്വത്തിൽ മക്കക്കാര് മുന്നോട്ട്, യസീദിന്റെ പട്ടാളം ഇങ്ങോട്ട്. വല്ലാത്തൊരു പോരാട്ടം. മക്കയുടെ തെരുവോരങ്ങളിൽ അത് അരങ്ങ് തകർക്കുകയാ. പോരാട്ടത്തിൽ പലതും നടന്ന്. ഈ പോരാട്ടത്തിനിടയിൽ അതാ നമ്മുടെ യസീദിന്റെ പട്ടാള തലവൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. ഓരോ സൈഡില് നോക്കുമ്പം കൂടെ വന്ന കമ്പനിയാണ് ഓരോന്നും ഇങ്ങനെ ചിരിച്ചിങ്ങനെ കിടക്കുന്നത്. പല ഭാഗത്തും കാണുന്ന രംഗം ഇതാ. അപ്പൊ ഇവൻ ചിന്തിച്ചു, ഇത്രയും കൂടുതൽ എന്റെ അനുയായികളെ ഈ മക്കയിലുള്ളവർ തകർത്തെന്നോ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് നാട്ടിലെത്തുമ്പോ നാണക്കേടായിരിക്കല്ലോ. ഉള്ളത് മതി, യുദ്ധം പിരിച്ചുവിട്ട്. ഇവൻ പിരിച്ചുവിട്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള അനുമതിയുണ്ട്, അവിടെ പോയി വീണ്ടും നമുക്ക് തിരിച്ചു വരണമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞ് പല തന്ത്രത്തിലൂടെ യുദ്ധം പിരിച്ചുവിട്ട് യസീദിന്റെ പട്ടാളം പിന്തിരിഞ്ഞോടി. മക്കക്കാർ ഓരോരുത്തർ നിൽക്കുന്ന എങ്ങനെയാ? അന്തസ്സായിട്ട് ജയിച്ച്. എങ്ങനെ ജയിക്കാതിരിക്കൂ? മക്കക്കാര് പൊരുതിയത് എന്തിനാ? മരിക്കാൻ വേണ്ടിയിട്ട്. യസീദിന്റെ പട്ടാളക്കാര് പൊരുതിയതോ ജയിക്കാൻ വേണ്ടിയിട്ട്. ജയിക്കാൻ വേണ്ടി ഒരു കൂട്ടര്, മരിക്കാൻ വേണ്ടി വേറൊരു കൂട്ടര്. യുദ്ധം ചെയ്താൽ എങ്ങനെ ഉണ്ടാകൂ? ജയിക്കാൻ വേണ്ടി ജയിച്ചിട്ട് തിരിച്ചെത്തണോ അങ്ങനെ വിചാരിക്കുന്നവർ യുദ്ധത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ മരിക്കാൻ വേണ്ടി പൊരുതുന്നവരോ പ്രശ്നല്ല. കാരണം ഇറ്റികൾ മരിക്കാൻ ഒരുങ്ങല്ലേ. അപ്പൊ ആര് ജയിക്കൂ? പ്രശ്നമില്ലാത്തവർ ജയിക്കൂ അല്ലേ? അതാ അവിടെ സംഭവിച്ചത്. മക്കക്കാര് ജയിച്ച് യസീദിന്റെ പട്ടാളം പിന്തിരിഞ്ഞോടി. യസീദിന് ഏറ്റവും കൂടുതൽ കൽബിനേറ്റ മുറിവ്. ഇത് വല്ലാത്തൊരു ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും സുഖപ്പെടുത്താൻ കഴിയില്ല. എന്താ സംഭവിച്ചത്? ആയിരക്കണക്കിന് അനുയായികൾ പോയിട്ട് എണ്ണം ചുരുങ്ങി കുറെ കേറി വന്നിരിക്കുന്നു. എല്ലാം തകർന്ന് മക്ക റിപ്പബ്ലിക്കായി. അബ്ദുല്ലാ ഇബ്നു സുബൈർ തങ്ങൾ അല്ലാഹു അക്ബർ റബ്ബിനോട് തക്ബീർ മുഴക്കി. അങ്ങനെ മക്ക നല്ല റാഹത്ത്. പ്രധാനമന്ത്രിന്റെ പട്ടാളത്തിന് അപ്പ തകർത്ത് വിട്ടത്, ഇനി എന്ത് പേടിക്കാന്? നല്ല റാഹത്തിൽ അബ്ദുല്ലാ ഇബ്നു സുബൈർ തങ്ങള് മക്ക ഭരിക്കാൻ തുടങ്ങി. ഗവർണറൊക്കെ ഓടി രക്ഷപ്പെട്ടു ഏതോ സൈഡ് കൂടെ ഒക്കെ അന്നത്തെ. അങ്ങനെ മക്ക ഇപ്പൊ ആരാ ഭരിക്കുന്നത്? അബ്ദുല്ലാ ഇബ്നു സുബൈർ തങ്ങളാ. എന്നാൽ പല നാട്ടിലെങ്ങും വിജയം അറിഞ്ഞ് പതിമക്കയോർത്ത് മനവും തണിഞ്ഞ് ഇതുവിധമാവാൻ ഇവർക്കാശയുണ്ട്. അതിനെന്ത് മാർഗം ആരായുന്നുണ്ട്. പല നാട്ടിലെങ്ങും വിജയം അറിഞ്ഞോ പതിമക്കയോർത്ത് മനവും തെളിഞ്ഞോ ഇതുവിധമാവാൻ ഇവർക്കാശയുണ്ട്. അതിനെന്ത് മാർഗം ആരായുന്നുണ്ട്.
ഉണ്ട്. നിവാസികളാകെ ഒരുങ്ങി കൽബിൽ പ്രതികാരവാഞ്ച മുഴങ്ങി വേണം നമുക്കും ഒരുക്കം തുടങ്ങി നേതൃത്വമാരെന്ന ചർച്ച തുടങ്ങി. പല നാട്ടിലെങ്ങും വിജയം അറിഞ്ഞു പതിമക്കയോർത്ത് മനവും തെളിഞ്ഞു. ഇതു വിധമാവാൻ ഇവർക്കാശയുണ്ട്